KPCC 1000 പ്രളയ ദുരിതാശ്വാസ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. അന്നത്തെ KPCC പ്രസിഡന്റാണ്. 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. അവകാശവാദമാണ്. പണി പൂർത്തിയാക്കിയത് 450 വീടുകൾ, പണി നടക്കുന്നത് 348 വീടുകൾ. എന്താ വസ്തുത? 46 വീടാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുമല്ലോ. എത്ര വീട് നിർമ്മിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാം. ഞാൻ ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് MLA-മാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ നിർമ്മിച്ച 1000 വീടുകൾ ഏതെല്ലാം ഗുണഭോക്താക്കൾക്കാണ് കൊടുത്തത് എന്ന പട്ടിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മതിയല്ലോ, നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ ആവശ്യമില്ല. സാർ ആധികാരികമായി പറയുന്നു, KPCC 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് 1000 വീടുകളും അതിനേക്കാൾ കൂടുതൽ വീടുകൾ നിർമ്മിച്ചു. ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും KPCCയും അതിന്റെ പോഷക സംഘടനകളും നിർമ്മിച്ച വീടുകളുടെ അഡ്രസ് സഹിതം ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതേ അവസരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച 2000 വീട്, ഇത് എന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപാട് നാളായി. 2018 പ്രഖ്യാപിച്ച മന്ത്രി ഒരു കണക്ക് പറയാണ് 1200. ഞങ്ങളുടെ കണക്ക് പറയാണ് ഈ KPCCയുടെ ഭവന നിർമ്മാണ പദ്ധതി അനുസരിച്ചിട്ട് അങ്ങ് 46 വീടാണ് ആകെ പറഞ്ഞത്. എന്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം KPCCയുടെ വീട്, KPCCയുടെ ബോർഡ് വെച്ചിട്ടുണ്ടാണ്. അത് മാത്രം 28 വീടുണ്ട് എന്റെ മണ്ഡലം. ഈ സാധത്തിന്റെ ഞങ്ങളുടെ എറണാകുളത്തെ 3 നിയോജകമണ്ഡലത്തിൽ മാത്രം അങ്ങ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വീടുണ്ട്. അങ്ങ് സാധാരണ ഞാൻ പോരാളി ഷാജിയെ പോലെ മന്ത്രി രാജേഷ് തരംതാണെന്നൊന്നും ഞാൻ പറയില്ല. പറയില്ല, പക്ഷേ പറയരുതായിരുന്നു. കണക്ക് വെച്ച് ഞങ്ങൾ മറുപടി പറയും. ഞാൻ തന്നെ എന്റെ നിയോജക മണ്ഡലത്തിൽ 265 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫ്ലഡ് കഴിഞ്ഞിട്ട് എന്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം 265 വീടുണ്ട്. CPI കേരളത്തിൽ ഭവനരഹിതരായ ആളുകൾക്ക് 2000 വീടുകൾ ഈ ഒരു വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുക്കും.